നമ്മളിന്ന് വരെ പറയുന്നത് ഡെയിലി പ്രോസസ് ഫോർ റെസ്റ്റോറന്റ് മാനേജർ. ഒരു റെസ്റ്റോറന്റ് മാനേജറിന്റെ ഒരു ദിവസത്തെ പ്രോസസ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റെസ്റ്റോറന്റിലെ മാനേജർക്ക് അയാളുടെ ഇപ്പോഴത്തെ ഡ്യൂട്ടി ടൈമിനുള്ളിൽ എന്തൊക്കെ പ്രോസസ്സുകളാണ് ഒരു ദിവസം നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പൊ നമുക്ക് റെസ്റ്റോറന്റ് മാനേജർ ഡ്യൂട്ടി ജോയിൻ ചെയ്യുന്നത് 11 മണിക്കാണ്. ആക്ച്വലി ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ കോൾ അവൈലബിൾ ആയിരിക്കണം. ഓൾവേസ് നമ്മുടെ മാനേജേഴ്സ് എല്ലാം ഓൺ കോൾ അവൈലബിൾ ആയിരിക്കണം. കാരണം എന്താ വെച്ചാൽ പുള്ളിയാണ് നമ്മളുടെ ഈ ഒരു റെസ്റ്റോറന്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിന്റെ എന്താ പറയാ ലീഡർ എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ ഓപ്പറേഷൻ ടൈം ഓൾമോസ്റ്റ് 11 മണിയാണ്. രാവിലെ 11 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ വന്ന ഉടനെ തന്നെ അറൈവ് ആൻഡ് ഇൻസ്പെക്ട് പെർമിസസ് ആൻഡ് ക്ലീൻനെസ് ആൻഡ് റെഡിനെസ്. എല്ലാ ഏരിയയിലും ക്ലീൻ ആണെന്നും എല്ലാ ഏരിയയും റെഡിയാണ്, സെർവ് ചെയ്യാൻ റെഡിയാണ്. കാരണം നമ്മൾ ഈ മാനേജർ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്നത് ലഞ്ചിന്റെ ഓപ്പറേഷൻ ടൈമിലാണ്, 11 മണിക്കാണ്. അപ്പൊ വന്ന അപ്പൊ തന്നെ എല്ലാം റെഡിയാണ്, നമ്മുടെ ലഞ്ചെല്ലാം പ്രിപ്പയർ ചെയ്ത് പിന്നെ എന്താ പറയാ സെർവ് ചെയ്യാൻ റെഡിയാണെന്ന് ഉറപ്പുവരുത്തുക. എല്ലാം ക്ലീൻ ആൻഡ് നീറ്റ്. ബാത്റൂംസ്, അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയാ ഈ ഡൈനിങ് ഏരിയ. ചെക്ക് അവൈലബിലിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് ആൻഡ് സപ്ലൈസ് ഫോർ ദ ലഞ്ച് സർവീസ്. ലഞ്ച് സർവീസ് കൊടുക്കാനുള്ള എല്ലാ സപ്ലൈസും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിന്റെ സ്പൂൺ, അതിന്റെ ഫോർക്ക്, ബാക്കിയുള്ള സംഗതികൾ, എല്ലാ പാത്രങ്ങള് അല്ലെങ്കിൽ എല്ലാം റെഡിയായി ക്ലീൻ ആയി നീറ്റായിട്ട് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താം. അതേപോലെ തന്നെ ഓർഡേഴ്സ് വരികയാണെങ്കിൽ, ഇപ്പൊ ഡെലിവറി ഓർഡേഴ്സ് വരികയാണെങ്കിൽ അത് എങ്ങനെ അറേഞ്ച് ചെയ്യണം, അതിന് നമ്മൾ റെഡി ആണോ, ഇതെല്ലാം ഫസ്റ്റ് 11 മണി വന്നാൽ 11:30 വരെയുള്ള സമയത്ത് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. എൻഷുർ ആൾ എക്യുപ്മെന്റ് ഓപ്പറേഷണൽ ആൻഡ് ഡൈനിങ് ഏരിയസ് ആർ പ്രോപ്പർലി സെറ്റപ്പ്. അതായത് ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ കൃത്യമായിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ മെഷീനറികളും എക്യുപ്മെന്റ്സും ഓപ്പറേഷൻ വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, പിന്നെ ഒരു 11:30 കൂടി 12 മണി വരെ സ്റ്റാഫ് ബ്രീഫിംഗ് ആണ്, ടാസ്ക് അലോക്കേഷനുമാണ്. അതായത് ഒരു ചെറിയൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മീറ്റിംഗ് അല്ല. ഇപ്പോൾ സെർവ് ചെയ്യുന്ന ഏരിയയിൽ 1 or 2 പേരാണെങ്കിൽ, അല്ലെങ്കിൽ 3 പേരാണ്, 4 പേരാണെങ്കിൽ അവരെ ഒന്ന് വിളിക്കുക. എന്നിട്ട് അവർക്ക് ഇന്നത്തെ മെനൂസിനെ കുറിച്ച് അവർക്കൊന്ന് ഡിസ്കസ് ചെയ്യുക. എന്തെങ്കിലും പ്രൊമോഷൻസ് നമുക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. പിന്നെ എക്സ്പെക്ടഡ് സെയിൽ, നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇന്നത്തെ ദിവസം ഓൾമോസ്റ്റ് ഇത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ഇത്രയും മെറ്റീരിയൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് പരമാവധി സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് പറയുക. ദെൻ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അവർക്ക് വരുന്ന കസ്റ്റമറിനനുസരിച്ച് അവർക്ക് സംഗതികൾ പ്രൊമോട്ട് ചെയ്യാനും ആളുകൾക്ക് സംഗതികൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാനും വേണ്ടി കഴിയും. ആൻഡ് അഡ്രസ് കൺസേൺസ് ഓർ അപ്ഡേറ്റ് ഫ്രം ദ പ്രീവിയസ് ഡേ. ഇന്നലെ അതേസമയം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പൊ സമയം 12 മണി മുതൽ 3 മണി വരെ നമ്മളെ ലഞ്ച് സർവീസ് മാനേജ്മെന്റ് ആണ് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിരിക്കണം ഏരിയ. എല്ലാ ആളുകൾക്കും മോണിറ്റർ ഫുഡ് ക്വാളിറ്റി ചെക്ക് ചെയ്യണം. പ്രസന്റേഷൻ വൃത്തിക്കാണെന്ന് ഉറപ്പുവരുത്തണം. ടൈമിലി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഫസ്റ്റ് വൺ അവരുടെ പിന്നെ ഫുഡിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. പ്രസന്റേഷൻ, അവർക്ക് എങ്ങനെയാണ് ഈ സംഗതികൾ കൊടുക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുക. അതിൽ ഭംഗിയിൽ വൃത്തിയിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുക. ടൈംലി അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ ഉറപ്പുവരുത്തുക. ഹാൻഡിൽ കസ്റ്റമർ കംപ്ലൈന്റ്സ് ഓർ സ്പെഷ്യൽ റിക്വസ്റ്റ് പേഴ്സണലി. അതായത് കസ്റ്റമർക്ക് എന്തെങ്കിലും കംപ്ലൈന്റോ എന്തെങ്കിലും പേഴ്സണൽ റിക്വസ്റ്റോ ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക. എൻഷുർ ഹൈജീൻ ആൻഡ് ക്ലീൻനെസ് മെയിൻറ്റെയിൻ ത്രൂ ഔട്ട്. എല്ലായ്പ്പോഴും ഹൈജീൻ കീപ്പ് ചെയ്യുക. അപ്പൊ ഗ്ലൗ, അല്ലെങ്കിൽ ഈ സെർവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട അവരുടെ കൈകള്, അല്ലെങ്കിൽ പിന്നെ സംഗതി കൊണ്ടു കൊടുക്കുമ്പോൾ ഉള്ളത്, അവരുടെ ഡ്രസ്സിങ്, ഇതെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്ന് ഉറപ്പുവരുത്തുക. Then oversee staff performance, provide immediate guidance if needed. ഇപ്പൊ നമുക്ക് സ്റ്റാഫിന്റെ പെർഫോമൻസ് ഒക്കെ അപ്പൊ നോക്കാം. എന്നിട്ട് അവർക്ക് അപ്പപ്പോ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. പിന്നെ ഉണ്ടാവുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് സാധാരണ ഉണ്ടാവുക ഈ ഒരു ലഞ്ച് ടൈം അല്ലെങ്കിൽ ഒരു പീക്ക് ടൈം കഴിഞ്ഞ ഉടനെ പിന്നെ എല്ലാവരും ഒന്ന് കാമൻ ക്വൈറ്റ് ആവും. ആ സമയത്ത് ചിലപ്പോൾ മൊബൈലിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതിലോ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് ബ്രേക്ക് ടൈം കൊടുക്കാം. ഒരു ബ്രേക്ക് ടൈം കൊടുക്കാം. ബാക്കി ഇപ്പൊ കസ്റ്റമർ ഉള്ള സമയത്ത് അവരെ മൈൻഡ് ചെയ്യാതെ ഇവിടെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ പേഴ്സണൽ തിങ്സിൽ ഇരിക്കരുത് എന്ന് പറയണം. കാരണം അവർക്ക് വേണ്ട ബ്രേക്ക് ടൈമിൽ ആ സംഗതികളൊക്കെ അലോ ചെയ്യാം. ബാക്കി ഡ്യൂട്ടി ടൈമിൽ ഡ്യൂട്ടി കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറയുകയും വേണം. ദെൻ ആഫ്റ്റർനൂൺ, ഇപ്പൊ 3 മണി വരെ നമ്മളുടെ ലഞ്ച് സർവീസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി.
അടുത്തത് പോസ്റ്റ് ലഞ്ച് റാപ്പപ്പ് ആൻഡ് പ്രിപ്പറേഷൻ. ഇത് നെക്സ്റ്റ് ആഫ്റ്റർനൂൺ ടാസ്കിന്റെ പ്രിപ്പറേഷനിലാണ് പറഞ്ഞത്. 3 മണി മുതൽ 4 മണി വരെ എൻഷുർ ദ ഡൈനിങ് ഏരിയ ആൻഡ് കിച്ചൺ ക്ലീൻ തറോലി. അതായത് ക്ലീൻ ഈ 3 to 4 ആഫ്റ്റർ ഡൈനിങ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാം. പിന്നെ നമ്മളുടെ ഏരിയയിൽ വരുന്നത് 4 to 6 എന്നുള്ള സമയത്ത് നമുക്ക് പിന്നെ ഈ ഈവനിങ് സ്നാക്സ് ആൻഡ് ടീ ജ്യൂസസ് ഇതിനൊക്കെ ഒരു ടൈമാണ്. സോ അതിലും നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് എല്ലാവരെയും പരിഗണിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ അവിടെ ത്രൂ ഔട്ട് ഫ്ലോറിൽ ഉണ്ടായിരിക്കുക. എൻഷുർ ദ ഡൈനിങ് ഏരിയ. അടുത്തത് ചെക്ക് ഇൻവെന്ററി ആൻഡ് നോട്ട് എനി റണ്ണിങ് ലോ ഫോർ റീഓർഡറിങ്. ഏതെങ്കിലും ഐറ്റം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ റീഓർഡർ ചെയ്യേണ്ടതുണ്ടോ. പിന്നെ അതേപോലെ തന്നെ ലഞ്ച് സർവീസ് പെർഫോമൻസ് എല്ലാവരുടെയും ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുക. എന്താണ് ഇന്ന് നമ്മൾ എത്രത്തോളം പെർഫോം ചെയ്തിട്ടുണ്ട്, എന്താണ് നമ്മുടെ പ്രശ്നം, അല്ലെങ്കിൽ ആളുകൾ എന്തൊക്കെയാണ് ചോദിച്ചിരുന്നത്, നമുക്കതൊക്കെ കൊടുക്കാൻ പറ്റുമോ. ചോദിക്കൽ മാത്രമല്ല, ഒരാൾക്ക് ഒരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ പ്ലേറ്റ് കാലിയാവുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സെർവ് ചെയ്യുന്ന ആൾ അവിടെ വേണം. അടുത്ത ഒരു സംഗതി കൊടുക്കാനോ അല്ലെങ്കിൽ അവരോട് നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കാനോ പറയാൻ വേണ്ടിയിട്ട്. ദെൻ 4 മണി മുതൽ 5 മണി വരെ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ്. അതായത് ലഞ്ചിന്റെ സെയിൽ എന്താണ് അത് അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് റവന്യൂ റെക്കോർഡ്സ് ഒക്കെ നോക്കുക. അതുവരെയുള്ള പിന്നെ ക്വറീസ് എന്തെങ്കിലും പിന്നെ റെസ്റ്റോറന്റ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ വെള്ളം, കറണ്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട് ഈ സംഗതികളൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് നോക്കുക. പിന്നെ ഏതെങ്കിലും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് വെൻഡേഴ്സ്. നമ്മുടെ പാർട്ടിക്കാരുമായി സംസാരിക്കുക. അവരൊക്കെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അല്ലെങ്കിൽ ഓഫർ റേറ്റിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനും ബാക്കിയുള്ള സംഗതികളും ഈ സമയം 4 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് സ്പെൻഡ് ചെയ്യാം. ദെൻ പ്രിപ്പയർ എ ഷോർട്ട് റിപ്പോർട്ട് സമറൈസിങ് ലഞ്ച് ഓപ്പറേഷൻ ആൻഡ് എനി ഒബ്സർവേഷൻ. ഇപ്പോ ലഞ്ചിന്റെ സമയത്തുണ്ടായ ഒരു സെയിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഗതികളുടെ നമ്മുടെ എക്സിക്യൂഷൻ ഗ്രൂപ്പിലൊക്കെ അത് അപ്ഡേറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് സെയിൽ ഇതുവരെ ഇത്ര ആയിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് ഓൾമോസ്റ്റ് 5 മണിയാകുമ്പോഴേക്കും നമ്മുടെ എക്സിക്യൂഷൻ ഗ്രൂപ്പിൽ ഒന്നിടാം. ദെൻ ഈവനിങ് ഷിഫ്റ്റ്, ഡിന്നർ പ്രിപ്പറേഷൻ ആൻഡ് ഓപ്പറേഷൻസ്. ഓക്കെ, അതായത് ഈവനിങ് ഷിഫ്റ്റ് 5 മണിയോട് കൂടി ഈവനിങ് ഷിഫ്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മളുടെ ടീ ആൻഡ് സ്നാക്സ് ആ സംഗതികളൊക്കെ അപ്പോ പിന്നെ ലൈവ് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതിങ്ങനെ കഴിഞ്ഞു തുടങ്ങി. ഓവർസീ ദ റീസ്റ്റോക്കിംഗ് സപ്ലൈസ് പ്രിപ്പറേഷൻ ഓഫ് ദി കിച്ചൺ ഫോർ ദ ഡിന്നർ സർവീസ്. ഡിന്നർ സർവീസിന് വേണ്ട എല്ലാ സംഗതികളും നമ്മളെ കയ്യിൽ റെഡി ആണെന്ന് ഉറപ്പുവരുത്തുക. ആ സ്റ്റാഫുകൾക്കൊക്കെ അതിനുള്ള നിർദ്ദേശം കൊടുക്കുക. ഇന്ന ഇന്ന സാധനങ്ങളാണ് നമുക്കുള്ളത്, ഉണ്ടോ ഇല്ലേ നോക്കാൻ, ഇവിടെ വന്നതിന് ശേഷം നോക്കാൻ പോകുന്നതിന്റെ പകരം നമുക്ക് ഇപ്പൊ റെഡിയായ സംഗതികൾ ബാക്ക് എൻഡിൽ ഒരു കസ്റ്റമർ വരുമ്പോൾ തന്നെ ഈ സംഗതികളൊക്കെയാണ് നമ്മളെ കയ്യിൽ ഉള്ളത് എന്ന് ഉറപ്പുവരുത്തുക. ദെൻ അവർക്ക് വേണ്ട പിന്നെ സെർവ് ചെയ്ത് കൊടുക്കുക. എൻഷുർ ദ ഡൈനിങ് ഏരിയ സെറ്റപ്പ് ഈവനിങ് കസ്റ്റമേഴ്സ് ആൻഡ് റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അത് അല്ല, ഈവനിങ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യുക. കൺഫേം ദ റെഡിനെസ് ഓഫ് ദി സ്റ്റാഫ് ഡിന്നർ. ഡിന്നറിന് തിരക്കുണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ സ്റ്റാഫുകളെ അറേഞ്ച് ചെയ്ത് വെക്കുകയും ചെയ്യുക. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഡൈനിങ് ഏരിയയും ടോയ്ലറ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഏരിയ, എല്ലാവരും ശ്രദ്ധിക്കുന്ന ഏരിയ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം. ഓക്കെ, ദെൻ 6 മണി മുതൽ 9:30 വരെ നമ്മുടെ ഡിന്നർ സർവീസ് സമയമാണ്. മാക്സിമം 10 മണി വരെയും ഈ ഒരു സമയം തന്നെ ആയിരിക്കും. സൂപ്പർവൈസ് ആ സമയത്ത് ഡിന്നർ സർവീസുകളെ മെയിൻറ്റെയിൻസ് ഹൈ സ്റ്റാൻഡേർഡ്സിലാണ്, വൃത്തിക്കാണ്, ക്വാളിറ്റിയിലാണ് സർവ് ചെയ്യുന്നത് ഉറപ്പുവരുത്തുക. കൃത്യം ടൈംലി അവർക്ക് ഡിന്നർ സെർവ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എൻഷുർ ദ സ്മൂത്ത് കോർഡിനേഷൻ ബിറ്റ്വീൻ കിച്ചൺ ആൻഡ് സർവീസ് സ്റ്റാഫ്സ്. കിച്ചൺ സ്റ്റാഫ്സും സർവീസ് സ്റ്റാഫ്സും നന്നായിട്ട് കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കസ്റ്റമേഴ്സിന് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ, കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ, സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ മോണിറ്റർ സ്റ്റാഫ് എഫിഷ്യൻസി. ഓരോ സ്റ്റാഫുകളുടെയും എഫിഷ്യൻസി നോക്കുക. നല്ല ആളുകളാണെങ്കിൽ ഓക്കെ, അവരെ പിന്നെ എൻകറേജ് ചെയ്യുക. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുക്കുക. അവരുടെ റെക്ടിഫൈ ചെയ്തിട്ട് അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടികൾ ചെയ്യുക. പിന്നെ ക്ലോസിംഗ് ടാസ്ക് ആണ്. നമ്മളൊരു 10 മണിയോട് കൂടിയിട്ട് സൂപ്പർ ക്ലോസിംഗ് ഏരിയയിൽ നമ്മൾ സ്റ്റാർട്ട് ആവും. അതിൽ ഓവർസീ ദ ക്ലീനിങ് ഡൈനിങ് ഏരിയയിലും ബാക്കിയുള്ള ഏരിയയിലുള്ള ക്ലീനിങ്ങും എല്ലാ ഏരിയയും പ്രോപ്പർ ആയിട്ടാണ്. ബാക്കിയുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ പ്രോപ്പർലി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതാണെങ്കിൽ സ്റ്റോർ ചെയ്യുക. വേസ്റ്റ് ആണെങ്കിൽ ഡിസ്പോസൽ ചെയ്യേണ്ട സംഗതികൾ എങ്ങനെയാണ് നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായ ആളുകളോട് പറഞ്ഞ് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എല്ലാ എക്യുപ്മെന്റ്സും ഒരു 11 മണിയോട് കൂടിയിട്ട് എല്ലാ എക്യുപ്മെന്റ്സും ടേൺഡ് ഓഫ് ആണെന്ന് ഉറപ്പുവരുത്തുക.
പിന്നെ അതിനുശേഷം 11 മണിക്ക് നമ്മളുടെ റിപ്പോർട്ട് കൃത്യമായിട്ട് അക്കൗണ്ട്സിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പ്രിപ്പയർ എൻഡ് ഓഫ് ദി ഡേ സെയിൽസ് റിപ്പോർട്ട് റീക്യാൻസൽ ചെയ്യുക, ചെക്ക് ചെയ്യുക, ദെൻ അതിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അക്കൗണ്ട്സിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഡോക്യുമെന്റ്സ് സ്റ്റാഫ് പെർഫോമൻസ്, സ്റ്റാഫിന്റെ പെർഫോമൻസ് ഡോക്യുമെന്റ് ചെയ്യുക. ഓപ്പറേഷൻ ഇഷ്യൂസ് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, ഓണേഴ്സുമായി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ സമയത്ത് ഇന്ന പോയിന്റുകൾ, ഇന്ന സംഗതികൾ ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് നോക്കി ചെയ്യുക. എൻഷുർ ആൾ ഏരിയസ് ആർ ലോക്ക്ഡ്. പോകുന്നതിന് മുമ്പ് എല്ലാ ഏരിയയും ലോക്കാണ്, കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. വീക്ക്ലി കോർഡിനേഷൻ നമുക്ക് ചെയ്യേണ്ട ഓരോ ദിവസവും ചിലപ്പോൾ ഓരോ ഏരിയ ആയിരിക്കും ചെയ്യേണ്ടി വരാം. സ്റ്റാഫ് ഷെഡ്യൂള്, ഈ ആഴ്ചയിലേക്കുള്ള സ്റ്റാഫ് ഷെഡ്യൂള് റെഡിയാണെന്ന് ഉറപ്പുവരുത്തുക. നമ്മളൊക്കെ ചെയ്യുന്നത് ഒരു വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി സ്റ്റാഫ് പിന്നെ എന്താ പറയാ പ്ലാനിങ് ഓൾറെഡി ചെയ്തു വെക്കും. അതവിടെ പ്രദർശിപ്പിക്കുക. ഇന്ന ഏരിയയിൽ ഇന്ന ദിവസങ്ങളിൽ ഇന്ന ആൾക്കാരുണ്ടാവും, ഇന്ന ദിവസം ഇന്ന ആൾ ലീവായിരിക്കും എന്നുള്ളതാണെങ്കിൽ പോലും അതിങ്ങനെ കൃത്യമായിട്ട് പ്രദർശിപ്പിച്ച് വെക്കുക. പിന്നെ അതേപോലെ തന്നെ സെയിൽസ് റിവ്യൂ ചെയ്യുക, ട്രെൻഡ് നോക്കുക, കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കുക, ഇംപ്രൂവ് ചെയ്യേണ്ട ഓപ്പറേഷൻസ് ഇംപ്രൂവ്മെന്റ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് ഇംപ്രൂവ് ചെയ്തു പോവുക. ഓരോ ദിവസവും നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് ഇരിക്കണം ഇന്ന സംഗതികൾ നമ്മൾ ചെയ്തു എന്നുള്ളത്. പിന്നെ ഓർഗനൈസ് ടീം മീറ്റിംഗ്. ഒരു ടീം മീറ്റിംഗ് എല്ലാ ദിവസവും പറഞ്ഞല്ലോ, ഓരോ ഏരിയയിൽ ഇപ്പോ നമ്മുടെ സെർവ് ചെയ്യുന്ന ഏരിയയിലാണെങ്കിൽ അവര്, അല്ലെങ്കിൽ ക്ലീനിങ് ബോയ്സുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അവര്, അല്ലെങ്കിൽ നമ്മുടെ ഷെഫുമാരുമായിട്ടാണെങ്കിൽ അവര്, ഓരോ ആളുകളെയും ഓരോ ദിവസവും മീറ്റ് ചെയ്തിട്ട് അവർക്ക് സജഷൻസും ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ട ഏരിയകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്യുകയും ചെയ്യുക. ഈ രൂപത്തിലാണ് ഒരു റെസ്റ്റോറന്റ് മാനേജറിന്റെ ഒരു ദിവസത്തെ കംപ്ലീറ്റ് പ്രോസസ് പോവേണ്ടത്.